ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പോർക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ചില്ലി പോർക്കാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കുറേയധികം പോർക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. പോർക്ക് വിന്താലുവിൻ്റെ തന്നെ 2 റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോർക്ക് ഫ്രൈ, പോർക്കും കായയും കൂടി ഉള്ളത്, പോർക്കും കൂർക്കയും കൂടി ഉള്ളത്, അങ്ങനെ എല്ലാം നല്ല അടിപൊളി റെസിപ്പീസാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചില്ലി പോർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനതെൻ്റെ രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചില്ലി പോർക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചില്ലി പോർക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പോർക്കാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ചില്ലി പോർക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അധികം നെയ്യില്ലാത്ത പോർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതുപോലുള്ള വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചില്ലി പോർക്ക് ഉണ്ടാക്കുന്നത്. ഇനി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പോർക്ക് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് പോർക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 3-4 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. പോർക്കിന് കുക്കിംഗ് ടൈം നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചില പോർക്കിന് കൂടുതൽ സമയം വേണം വെന്ത് കിട്ടാനായിട്ട്, ചില പോർക്കാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പോർക്കിൻ്റെ പാകം നോക്കി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പോർക്ക് കൂടുതൽ വെന്തൊടഞ്ഞു പോകാൻ പാടില്ല. കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലൈസ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നല്ല പാകത്തിന് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും പോർക്ക് ഭയങ്കര ഹാർഡായി പോകും. കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ടൊരു ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കത്തി നന്നായിട്ട് അകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പോർക്ക് പാകത്തിന് കുക്കായി കാണും. ഇല്ലെങ്കിൽ വീണ്ടും ഒന്ന് പാകത്തിന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ പോർക്കെല്ലാം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പോർക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി പോർക്ക് നമ്മൾ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത മുട്ടയിലേക്ക് 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു സ്പൂൺ കൊണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കണം. വെള്ളം കുറേശ്ശെ ഇട്ടിട്ട് വേണം കലക്കിയെടുക്കാൻ. വെള്ളം കൂടുതലായി പോകരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കുന്നുണ്ട്. ബാറ്റർ കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പോർക്ക് കഷ്ണങ്ങളിൽ ശരിക്കും ബാറ്റർ പിടിച്ച് കിട്ടില്ല. ബാറ്റർ കലക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ തിക്കായി പോകാനും പാടില്ല, കൂടുതൽ ലൂസായി പോകാനും പാടില്ല. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ബാറ്റർ ഈ കാണുന്ന പോലെ ഒട്ടും കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. പോർക്ക് കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ബാറ്റർ കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പോർക്ക് ഈ കാണുന്ന പോലെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പോർക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ബാറ്ററൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. 1 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെച്ചിട്ട് വറുക്കുന്നതാണ് നല്ലത്. ഇനി പോർക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില്ലി പോർക്കും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണങ്ങൾ ഇതുപോലെ ഓരോന്നായിട്ട് കൈകൊണ്ട് എണ്ണയിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. പോർക്ക് വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് പെറുക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ കോരിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോർക്കെല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പോർക്ക് കഷ്ണങ്ങൾ ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. പോർക്ക് വറുക്കാനിട്ടിട്ട് ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പോർക്ക് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പോർക്ക് മൂത്ത് നല്ല ക്രിസ്പിയും പുറകിലൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം.
ബാക്കിയുള്ള പോർക്ക് നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ചില്ലി പോർക്കിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ആണിത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയൻ അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സെലറി അരിഞ്ഞത്. ഇനി വേണ്ടത് 2 സവാള സ്ക്വയർ പീസസ് ആയിട്ട് ഇതുപോലെ മുറിച്ചത്. സവാള അരിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ഇതളുകളായിട്ട് അടർത്തിയെടുക്കണം. അപ്പോൾ സവാള നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. 1 ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചത്. സവാള കഷ്ണങ്ങളെല്ലാം കൈകൊണ്ടൊന്ന് ഇതുപോലെ തന്നെ അടർത്തിയെടുക്കണം. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്ന ചില്ലി ചിക്കൻ്റെ വീഡിയോയിൽ സവാള നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സവാള അതുപോലെ കട്ട് ചെയ്യാൻ അറിയാൻ പാടാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ചില്ലി ചിക്കൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ട സോസുകളാണ് ടൊമാറ്റോ സോസ്, സോയ സോസ്, റെഡ് ചില്ലി സോസ്. ഈ 3 സോസുകളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് പോർക്ക് വേവിച്ച് കഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ്. പോർക്ക് വേവിച്ചെടുത്ത വെള്ളം. ഇനി ചില്ലി പോർക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ പോർക്ക് വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തൊരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇവ മൂത്ത് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാപ്സിക്കം കഷ്ണങ്ങളും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയും കാപ്സിക്കവും ചേർത്ത് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വരണം. എന്നാൽ കാപ്സിക്കത്തിൻ്റെ കളറൊന്നും മാറാനും പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോസുകളെല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. സോസുകളെല്ലാം ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ് ചെയ്തെടുത്തതാണ്. കുരുമുളക് ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും സെലറിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണങ്ങളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പോർക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്കിൽ നമ്മൾ കുറച്ച് കോൺഫ്ലവർ കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ ചില്ലി പോർക്ക് കാണാൻ നല്ല അടിപൊളിയും നല്ല ടേസ്റ്റിയുമാണ്. 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. സോസുകളെല്ലാം കഷ്ണങ്ങളിൽ പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുപൊടിയും സോസൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പോർക്ക് വറുത്തപ്പോൾ ഉപ്പ് ചേർത്തത് മാത്രമേ ഉള്ളൂ, പിന്നീട് ചേർത്തിട്ടില്ല. കാരണം നമ്മൾ സോസൊക്കെ ചേർക്കുന്നതിൽ എല്ലാം നിറച്ച് ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പോർക്ക് വേവിച്ച ഒരു 3/4 കപ്പ് വെള്ളത്തിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പോർക്ക് ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. സ്റ്റോക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും. ഇനി 2-3 മിനിറ്റും കൂടി നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് സെലറിയും സ്പ്രിംഗ് ഓണിയനും ഇട്ട് ഗാർണിഷ് ചെയ്യാം. വളരെ രുചികരമായ ചില്ലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, പൊറോട്ട, നാൻ ഇവയുടെ കൂടെയെല്ലാം നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.